നിങ്ങളുടെ കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ദഹന പ്രശ്നം മാറാൻ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വില കൂടിയ സ്കാനുകളിൽ നിന്നോ വില കൂടിയ മരുന്നുകളിൽ നിന്നോ അല്ല അത് തുടങ്ങേണ്ടത്. നമ്മൾ രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സമയം, നമ്മൾ രാത്രിയിൽ ഏത് സമയമാണോ ഭക്ഷണം കഴിക്കുന്നത് അത് കൃത്യമായി കറക്റ്റ് ചെയ്യാതെ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് രാത്രിയിൽ ഒരു 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. ഏത് ദഹന പ്രശ്നവും ആയിക്കോട്ടെ, IBS ആയിക്കോട്ടെ, അസിഡിറ്റി ആയിക്കോട്ടെ, വയറിലെ അൾസർ ആയിക്കോട്ടെ, സിബോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് പോലുള്ള രോഗങ്ങളായിക്കോട്ടെ, തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ തന്നെ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഡിന്നർ അഥവാ രാത്രിയിലെ അത്താഴം കഴിക്കുന്നത് നേരത്തെ ആക്കുക. അത് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അസിഡിറ്റി ഇമ്പ്രൂവ് ആവും, നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഇത് ഇമ്പ്രൂവ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ പഠനങ്ങൾ പറയുന്നത് നേരത്തെ ഇതുപോലെ ഭക്ഷണം കഴിക്കുന്നവരിൽ കുടലിൽ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുമെന്നും പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിട്ടുമാറാത്ത ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രാത്രിയിലെ ഭക്ഷണം 8 മണിക്ക് മുമ്പ് കഴിക്കുക, അതിൽ നിന്ന് തുടങ്ങുക.